കണ്ണൂർ എളയാവൂരിൽ ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. പുതിയ ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്താണ് അപകടം. വീടുകളിലേക്കുള്ള വഴിയാണ് ഇടിഞ്ഞു താഴ്ന്നത്. സ്ഥലത്ത് മന്ത്രി സണ്ണി ജോസഫ് ഇപ്പോൾ സന്ദർശനം നടത്തുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണവും ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് നടപടികൾ സ്വീകരിക്കും. ഇത് പരിഹരിക്കാൻ എത്രയും വേഗം ആവശ്യമായ നടപടികൾ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം അങ്ങനെ എന്തെങ്കിലും അത് പരിശോധിക്കും. ജില്ലാ കളക്ടർ വന്നിട്ടുണ്ട്, ഇവിടുത്തെ MLA ഉണ്ട്, മറ്റ് കൗൺസിലർ ഉണ്ട്. അവരെല്ലാം ആലോചിച്ചിട്ട് എന്താ വേണ്ടത് ജനങ്ങളുമായിട്ട് ആലോചിച്ച് നാട്ടുകാരുമായിട്ട് ആലോചിച്ചിട്ട് അവർ ആവശ്യമെങ്കിൽ മാറ്റി പാർപ്പിക്കാൻ അതിന്റെ സിറ്റുവേഷൻ വിലയിരുത്തിക്കൊണ്ട് ആവശ്യമെങ്കിൽ അതും ചെയ്യും. നേരത്തെ ഈ ദേശീയപാതയിൽ പലയിടത്തും ഒരു പരിശോധനയൊക്കെ നടത്തിയിരുന്നു, മണ്ണ് പരിശോധനയൊക്കെ. അപ്പം ഒരു റിപ്പോർട്ടെന്ന് പറയുന്നത് കേരളത്തിലെ മൊത്തത്തിൽ മണ്ണിന് വിലക്കുറവുണ്ട്. അപ്പൊ കണ്ണൂരിൽ അത്തരത്തിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. അങ്ങനെ അത് എനിക്ക് അറിയില്ല, ഞാനും ചോദിച്ചു മനസ്സിലാക്കാം. ഈ സ്ഥലം അങ്ങനെ പ്രത്യേകമായിട്ട് പരിശോധിച്ചിട്ടുണ്ടോന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. 2023 സമാനമായ രീതിയിൽ ഇവിടെ ഈ തകർന്നിരുന്നു. അങ്ങനെയെങ്കിൽ അത് സ്വീകരിച്ച നടപടികളിൽ പോരായ്മയുണ്ടെന്നാണല്ലോ ഇപ്പം വ്യക്തമാക്കുന്നത്. നിർമ്മാണത്തിലെ ആസൂത്രണത്തിലും പാകപ്പഴയുണ്ട്. കാരണം ഇത് വളരെ ഉയർന്നൊരു ഭിത്തിയാണ്. 17 മീറ്റർ ഉയരത്തിലാണ് ഇപ്പം കല്ല് കെട്ടിയിട്ടുള്ളത്. അതിന്റെ സൈഡും വളരെ ഫില്ല് ചെയ്യുന്നിടത്തൊക്കെ സൈഡ് ഫില്ല് ചെയ്യുന്നതിലും അപാകത വന്നിട്ടുണ്ട്. മണ്ണെടുപ്പിലും ശാസ്ത്രീയമല്ലാത്ത പ്രവൃത്തികൾ വന്നിട്ടുണ്ട്. അതാണ് ഒരു കാരണം. ഞാനിപ്പോഴാണ് എന്നെ കളക്ടർ വിളിച്ചറിയിക്കുന്നു, അതുപോലെ MLA വിളിച്ചറിയിക്കുന്നു. ഞാനിപ്പം അവരുമായിട്ട് ബന്ധപ്പെടും. കളക്ടറും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മന്ത്രിയായിട്ടും മരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ടും മുഖ്യമന്ത്രിയായിട്ടും ഇക്കാര്യം സംസാരിക്കും. സമാനമായി പാൽച്ചുരം ഉൾപ്പെടെയുള്ള മേഖലകളിലും പാൽച്ചുരത്തേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുകയാണ്, പോകാൻ നോക്കാം. അവിടെ ഇപ്പോൾ പണി നടക്കുന്നില്ല, മഴയുള്ളത് കൊണ്ടും അവിടെ നിന്ന് അത് മണ്ണ് ഇടിഞ്ഞത് മാറ്റാൻ കഴിയില്ലെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാനിപ്പോൾ കഴിയുമെങ്കിൽ അങ്ങോട്ട് പോകാൻ നോക്കാം. എൻ്റെ നിയോജകമണ്ഡലം കൂടിയാണ്. താങ്ക് യു. നിഖിലെ, എന്താണ് വിശദാംശങ്ങൾ? എന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു ഇത്? ദൃശ്യങ്ങൾ കാണുമ്പോൾ വലിയ തോതിൽ ഭിത്തി ഇടിഞ്ഞിട്ടുണ്ട്. ആശാമിന് തീർച്ചയായും ഉണ്ട്. 50 മീറ്ററോളം നീളത്തിൽ 15 അടിയോളം താഴ്ചയിലേക്കാണ് മണ്ണ് ഇടിഞ്ഞ് താഴ്ന്നത്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ ലെവലിൽ നിന്ന് 15 അടിയോളം താഴേക്ക് ഒറ്റയടിക്ക് ഈ ഭൂമി ഇരുന്നു പോവുകയായിരുന്നു. ഇത് നേരത്തെ നമുക്ക് നമ്മുടെ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്ന വീടുണ്ട്, ആ വീട്ടിലേക്ക് പോകുന്ന വഴിയായിരുന്നു. ഇന്നലെ രാത്രി വരെ ഈ വഴിയിൽ ആളുകൾ സഞ്ചരിച്ചതുമൊക്കെയാണ്. പക്ഷെ ഇന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴേക്കും ഈ 15 അടിയോളം താഴ്ചയിലേക്ക് ഭൂമി പൂർണ്ണമായും ഇരിക്കുന്ന നിലയിലാണ് കണ്ടത്. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി റീറ്റൈനിങ് വാളൊക്കെ കെട്ടി സംരക്ഷിച്ചതായിരുന്നു. പക്ഷേ ഈ മണ്ണ് ഇടിയുകയും സമാനമായി അപ്പുറത്ത് ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് അവിടെ മണ്ണ് പൊങ്ങി വരികയുമാണ് ചെയ്തത്. അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഈ പ്രദേശത്ത് നടക്കുന്നത് ദേശീയപാതയിൽ എന്നുള്ള പരാതി നേരത്തെ തന്നെ വരുന്നതാണ്. മാത്രമല്ല 2023 ഈ ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് 2 ഭാഗത്തും മണ്ണ് ഇടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ ആഴത്തിൽ കുഴിയെടുത്താണ്, ഏകദേശം ഒരു 60 അടിക്ക് മുകളിലേക്ക് മണ്ണ് ഇടിച്ച് താഴ്ത്തിയാണ് ഈ പ്രദേശത്തുകൂടി ദേശീയപാത കടന്നു പോകുന്നത്. അവിടെ ഈ നിർമ്മാണം അശാസ്ത്രീയമാണ്, സംരക്ഷണ ഭിത്തി സ്ഥാപിച്ചത് കൃത്യമായിട്ടല്ല എന്നൊക്കെയുള്ള പരാതികൾ ഉണ്ടായിരുന്നു. മാത്രമല്ല ഇതിനടുത്ത് തന്നെയുള്ള തങ്കേക്കുന്ന് ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായതുമാണ്. അങ്ങനെ ഒരു സ്ഥലത്താണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ മണ്ണ് ഇടിഞ്ഞ് താഴ്ന്നിരിക്കുന്നത്. 3ഓളം വീടുകളാണ് ഈ പ്രദേശത്തുള്ളത്. അവിടെ വഴി പൂർണ്ണമായും ഇല്ലാതാകുന്ന ഒരു സാഹചര്യം വരുന്നു. അതുമാത്രമല്ല ഈ മണ്ണിടിഞ്ഞ് താഴ്ന്നതോടുകൂടി വലിയ ഭീതി ഇവർക്കുണ്ട്. കാരണം കൂടുതൽ സ്ഥലം ഇടിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇവരുടെ വീടിനുൾപ്പെടെ അത് കേടുപാട് വരുന്ന രീതിയിലേക്ക് പോകും എന്നുള്ളതാണ്. ഏതായാലും മന്ത്രിയും ജില്ലാ കളക്ടറും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തി കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരുമായി കളക്ടർ ഉൾപ്പെടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഫോണിൽ ഉൾപ്പെടെ ബന്ധപ്പെടുന്നുണ്ട്. ഈ നിർമ്മാണ കരാറെടുത്ത കമ്പനിയുടെ അധികൃതരെയും ബന്ധപ്പെടാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇതിപ്പോൾ എന്താണ് ഇതിനൊരു ശാശ്വത പരിഹാരം എന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട്. കാരണം എല്ലാ കാലവും ഇങ്ങനെ ദേശീയപാത തുറന്നു കൊടുത്താൽ തന്നെയും ആളുകൾ വാഹനങ്ങളൊക്കെ കടന്നു പോകുമെങ്കിലും ഇതിന്റെ 2 വശങ്ങളിലുമുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആശങ്കയായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഈ മേഖലയിൽ ഇപ്പോഴും നിൽക്കുന്നു. വർഷങ്ങളായി അവർ ഈ പരാതി പറഞ്ഞിട്ടും അതിന് പരിഹാരമാവുന്നില്ല എന്നൊരു പ്രശ്നം കൂടി ഇപ്പോഴുണ്ട്. ശ്യാമിലി, ശരി, വ്യക്തമാണ്. നിഖിൽ അളവൂരാണ് വിവരങ്ങൾ നൽകിയത്.